ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു സംഭവമായിരുന്നു ദേവാലയ ശുദ്ധീകരണം എന്ന് പറയുന്നത്. ജെറുസലേം ദൈവാലയത്തെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ചരിത്രം വളരെ വ്യക്തമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങളാണ്. യേശു ദേവാലയത്തിൽ ചെന്നു. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. വളരെ സുപ്രധാനമായ ഒരു ഇടപെടലാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ജെറുസലേം ദേവാലയം വളരെ പവിത്രമായി വിശ്വാസികൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ആദരിച്ചു വരികയും ചെയ്യുകയാണ്. പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും സംഭവങ്ങളും വളരെ അനുഗ്രഹകരമായ നിലയിൽ തന്നെ, ദൈവികമായ നിലയിൽ തന്നെ നടന്നു വരികയാണ്. പഴയ നിയമത്തിൽ ഈ ദേവാലയത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കാലങ്ങളെ അതിജീവിച്ച് ദാവീദിൻ്റെയും ശലോമോൻ്റെയും കാലത്തോളം എത്തി. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഈ ദേവാലയം നിലകൊള്ളുകയാണ്. എല്ലാ ദിക്കിലും പാർക്കുന്ന യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമായി, പരിപാവനമായി, പവിത്രമായി ഈ ദേവാലയത്തെ അവർ പരിഗണിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ദേവാലയത്തിൻ്റെ സാഹചര്യം അതീവ ഖേദകരമായി പോയി, ദുഃഖകരമായി പോയി, സങ്കടകരമായി പോയി. അത് യേശുക്രിസ്തു കാണുകയാണ്. സഹിക്കാനാവാത്തൊരവസ്ഥ അവിടെ അനുഭവപ്പെട്ടു. പ്രാർത്ഥനാലയം എന്നാണ് വിളിക്കപ്പെടുന്നത്. ആ പ്രാർത്ഥനാലയത്തിൻ്റെ ഇപ്പോഴത്തെ തൽസ്ഥിതി യേശുക്രിസ്തുവിന് ഒരിക്കലും സഹിക്കാനാവാത്ത വിധത്തിൽ അത് അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നാം ഇവിടെ വായിക്കുന്നത് ആ ദേവാലയം ഇപ്പോൾ വന്നിരിക്കുന്ന അധപ്പതനം എന്ന് പറയുന്നത് കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ്. ദൈവത്തിൻ്റെ ആലയം, പ്രാർത്ഥനാലയം വളരെ പവിത്രമായി പരിഗണിക്കപ്പെടേണ്ട ഒരു ആസ്ഥാനം, സങ്കേതം, അതിന്നിതാ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രാർത്ഥനാലയത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ നടക്കാൻ പാടുള്ളൂ. എന്നാൽ പ്രാർത്ഥനാലയത്തിന് വിരുദ്ധമായ നിഷേധാത്മകമായ അനേക തിന്മകൾ, പാപങ്ങൾ, പാടില്ലായ്മകൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിലയിൽ പറയുകയാണെങ്കിൽ ഒരു കച്ചവടത്തിൻ്റെ അവസ്ഥ തന്നെ നടക്കുകയാണ്. യാഗത്തിന് നിയോഗിക്കപ്പെടുവാൻ സാധ്യതയുള്ള ജീവിവർഗങ്ങൾ അവിടെയുണ്ട്. പ്രാവുകളുണ്ട്, ആട്ടുകൊറ്റന്മാരുണ്ട്, കാളക്കിടാങ്ങളുണ്ട്, അങ്ങനെയുള്ളതായ വിഭവങ്ങളെല്ലാം അവിടെയുണ്ട്. അപ്പോൾ തന്നെ ആചാര്യന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, അവരുടെ സാന്നിധ്യമുണ്ട്. അതേസമയം തന്നെ ഈ നാണയങ്ങളുടെ വിനിമയത്തിനുള്ളതായ സംവിധാനങ്ങളുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഭക്തന്മാർക്ക്, അന്വേഷകന്മാർക്ക് ഈ ദേവാലയത്തിലെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി, യാഗങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി അവർ കൊണ്ടുവന്ന അവരുടെ കറൻസി ഇവിടുത്തെ നിരക്കിലും നിലവാരത്തിലും അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ളതായ സംവിധാനം അവിടെയുണ്ട്. പണമിടപാടുകൾ അവിടെയുണ്ട്. പൊന്നും വെള്ളിയും അവിടെ വാസ്തവത്തിൽ വിൽപ്പനയ്ക്കായിട്ട് തന്നെയുണ്ട്. എല്ലാ ക്രമീകരണങ്ങളുമുണ്ട്. പക്ഷേ സംഭവിച്ചത് അന്യായമായ, ആദായകരമായ, അവിഹിതമായ എല്ലാ ഇടപെടലുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വാണിജ്യ കേന്ദ്രമായി, വ്യവസായ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അവിടെ ലാഭവും നഷ്ടവുമാണ് പ്രധാനപ്പെട്ട പ്രമേയം. എല്ലാം ലാഭകരമാക്കി തീർക്കുക എന്നുള്ളതാണ്. ഒരു കച്ചവട മനോഭാവമാണ് നിറഞ്ഞിരിക്കുന്നത്. ഇതൊരിക്കലും ദൈവാലയത്തിന് നിരക്കുന്ന കാര്യങ്ങളല്ല, പ്രവൃത്തികളല്ല. അതെല്ലാം അധാർമികമാണ്, അസന്മാർഗികമാണ്. ദ്രവ്യത്തിൻ്റെ പ്രസക്തിയും സ്വാധീനവുമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇത് കണ്ട്
മനസ്സിൽ വേദന തോന്നിയ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം, എൻ്റെ എന്നുള്ള ആ ഒരു പരാമർശം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരാണ് എൻ്റെ അല്ലെങ്കിൽ ഞാൻ എന്ന വാക്കിൻ്റെ പുറകിൽ കാണുന്നത്? അത് വാസ്തവം പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ്, അല്ലെങ്കിൽ പിതാവാം ദൈവത്തെയാണ്, സർവശക്തനായ ദൈവത്തെയാണ്. ആ ദൈവത്തെ വാസ്തവത്തിൽ ആക്ഷേപിക്കുകയോ ചോദ്യം ചെയ്യുകയോ വിമർശിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്ന ഒരു ഹീനമായ പ്രവൃത്തിയാണ് നടന്നിരിക്കുന്നത്. ഞാൻ എന്നുള്ള ആ പദം കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ പ്രതിനിധാനം ചെയ്യുകയാണ്. ഇവിടെ ദേവാലയമാണോ ക്രിസ്തുവാണോ വലിയത്? ആ ചിന്തയിൽ നമുക്കിന്ന് കാണുന്ന സാഹചര്യം ക്രിസ്തുവിനേക്കാൾ ദേവാലയത്തെ വലിയതായി കാണുന്ന ഒരു അധപ്പതിച്ച അവസ്ഥ വന്നു ചേർന്നിരിക്കുകയാണ്. പേര് കർത്താവിൻ്റേതാണ്, ദൈവത്തിൻ്റേതാണ്, ആരാധന എന്നുള്ളതാണ്, യാഗമാണ് നടക്കേണ്ടത്, ദൈവികമായ കാര്യങ്ങളാണ് നടക്കേണ്ടത്, ആത്മീയമായ കാര്യങ്ങളാണ് നടക്കേണ്ടത്, ആത്മീയമായ കാഴ്ചപ്പാടിനാണ് അവിടെ പ്രാധാന്യം നടക്കേണ്ടത്, ദൈവത്തിന് മഹത്വമാണ് കൊടുക്കേണ്ടത്. എന്നാൽ സംഭവിച്ചത് പ്രവർത്തന രംഗത്ത് ഇത് പാടില്ലാത്ത കാര്യങ്ങളായി മാറുകയാണ്, കള്ളന്മാരുടെ ഗുഹയായി മാറുകയാണ്. ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ, ദൈവത്തിന് പ്രസാദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ബോധപൂർവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചില ആളുകളുടെ താല്പര്യമാണ്, അവിടെ സ്വാർത്ഥ താല്പര്യമാണ്. അവരുടെ താല്പര്യം കൊണ്ട് ഇതെല്ലാം അധപ്പതിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു സഹിക്കാനാവാത്ത അവസ്ഥ വന്നപ്പോഴാണ് ദേവാലയത്തിൽ ചെന്ന് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതായ നടപടികൾ അവിടുന്ന് തുടങ്ങിയത്. തിരുവെഴുത്ത് നാം വായിക്കുമ്പോൾ നമുക്കറിയാം, കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കിയിട്ട് ആ സ്ഥാനത്ത് ചെന്ന് അവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രാവ് തുടങ്ങിയ സകലത്തെയും അഴിച്ചുവിടുകയാണ്. അവർക്ക് വിടുതൽ നൽകുകയാണ്, വിമോചനം നൽകുകയാണ്. അനാവശ്യമായ പ്രവൃത്തിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സകലത്തെയും അഴിച്ചുവിടുകയാണ്. അവിടെയുള്ള മേശകളെല്ലാം തട്ടി മാറ്റുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെല്ലാം ഒഴിവാക്കുകയാണ്. ചുരുക്കത്തിൽ ദേവാലയത്തിൻ്റെ ശുദ്ധീകരണമാണ് അവിടെ നടക്കുന്നത്. ദൈവാലയം പ്രാർത്ഥനാലയം തന്നെ ആയിരിക്കണം. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന യാഗപ്രവർത്തികൾ നടത്തുവാൻ വേണ്ടി അടുത്തുകൂടുന്ന സകല ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു രംഗം അവിടെ ഉണ്ടാകണം. അവിടെ ദൈവത്തിൻ്റെ വചനം തന്നെയാണ് വലുതായിട്ട് നിൽക്കേണ്ടത്. ആ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതിന് വിരുദ്ധമായൊരു ഇടപെടൽ അവിടെ നടക്കുന്നതായി നാം കാണുകയാണ്. നൂറ്റാണ്ടുകൾ വളരെയേറെ കഴിഞ്ഞു. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തും ഈ ദേവാലയം നിലനിൽക്കുകയാണ്. ദാവീദിൻ്റെ കാലഘട്ടം പിന്നിട്ടു, ശലോമോൻ്റെ കാലഘട്ടം പിന്നിട്ടു, യേശുക്രിസ്തുവിൻ്റെ കാലത്തും ആ ദേവാലയം നിൽക്കുകയാണ്. ആ ദേവാലയം തന്നെയാണ് ഇന്ന് സകല ആളുകളുടെയും പ്രതീക്ഷാ വസ്തു, പ്രതീക്ഷാ കേന്ദ്രം, ആസ്ഥാനം എന്ന് പറയാം. അവർ സംഘമായി വന്നു ചേരുന്ന അവിടെയാണ്. ആരാധനക്കാർ വന്നെത്തുന്ന സ്ഥലം അവിടെ തന്നെയാണ്. നൂറ്റാണ്ടുകൾ പിന്നെയും കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ധാരാളം ക്രൈസ്തവ സഭകൾ കാണാം, അവരുടെ ആസ്ഥാനങ്ങൾ കാണാം, അവരുടെ എല്ലാ ക്രമീകരണങ്ങൾക്കും ശക്തമായ സംവിധാനങ്ങൾ കാണാം, വ്യവസ്ഥകൾ കാണാം. എന്നാൽ ജെറുസലേം ദേവാലയം, അന്ന് ക്രിസ്തു കണ്ട ആ ദേവാലയം എന്ന് പറയുന്നത് അത് ക്രൈസ്തവരുടേതല്ലായിരുന്നു, ക്രിസ്ത്യാനികളുടെ ആലയമായിരുന്നില്ല, ദൈവാലയമായിരുന്നില്ല, അവരുടെ പള്ളിയായിരുന്നില്ല, അത് യഹൂദന്മാരുടേതായിരുന്നു. എന്നാൽ ലോകമാസകലമുള്ള എല്ലാ ആളുകൾക്കും അതൊരു പുണ്യഭൂമിയായിരുന്നു. എന്നാൽ പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിൻ്റെ അധികാരിയായി വന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മകൾ അതെല്ലാം സംഘടിതമായി റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി അംഗീകരിക്കപ്പെട്ടു, പ്രഖ്യാപിക്കപ്പെട്ടു. അന്ന് വരെ വളരെ ലളിതമായ നിലയിൽ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് അവിടുത്തെ പ്രബോധനപ്രകാരം വളരെ ലളിതമായി വിശുദ്ധമായ നിലയിൽ തന്നെ വീടുകളിൽ കൂടിക്കൊണ്ടുവന്നിരുന്ന സമൂഹം അത് പീഡനങ്ങളും പ്രതിസന്ധികളും പോരാട്ടങ്ങളും വിലക്കുകളും അഭിമുഖീകരിച്ച് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലമായപ്പോൾ അത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി മാറി. ഔദ്യോഗിക മതമായി മാറിയപ്പോൾ സഭ ശക്തിയാർജിച്ചു, വിലക്കുകളെല്ലാം മാറി, നിയന്ത്രണങ്ങളും നിരോധനങ്ങളെല്ലാം മാറി,
സ്വതന്ത്രമായി ശക്തമായി വരികയാണ്. ഒരു നിലയിൽ പറയുകയാണെങ്കിൽ ചെറിയ കൂട്ടങ്ങളായിരുന്നുവെങ്കിൽ, ഒരു വീട്ടിൽ കൂടാവുന്ന ആളുകളെ ഉള്ളൂ എങ്കിൽ, അങ്ങേയറ്റം പോയാൽ ഒരു 10, 100, 200 ആളുകൾ പതിവായിരിക്കും. അത്രയും ചെറിയ സമൂഹമായിരുന്നുവെങ്കിൽ ഇന്നിതാ വലിയ സമൂഹമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വരുവാൻ തക്കവണ്ണം പൊതു സ്ഥാനങ്ങൾ വേണ്ടി വന്നു, പൊതു സാഹചര്യങ്ങൾ വേണ്ടി വന്നു. അപ്പോഴാണ് ക്രിസ്തീയ ദേവാലയങ്ങൾ പണിയുന്നത്. ആ ദേവാലയത്തിൽ ആളുകൾ കൂടുവാൻ തുടങ്ങി. ആദ്യകാലങ്ങളിലെ സഭയെപ്പറ്റി പറയുന്നത് വീട്ടിലെ സഭ എന്നാണ്, ചർച്ച് അറ്റ് ഹോം. അതായിരുന്നു ക്രിസ്ത്യാനികളുടെ സഭകൾ എന്ന് പറയുന്നത്, കൂടിവരവുകൾ എന്ന് പറയുന്നത്. അത് പിന്നീട് ദേവാലയങ്ങളായി. ആ ദേവാലയങ്ങൾ പരിഷ്കരിച്ച് നവീകരിച്ച് വലിയ വലിയ ദേവാലയങ്ങളായി മാറി. ഇന്ന് ലോകമെമ്പാടും ക്രൈസ്തവ ദേവാലയങ്ങൾ കാണുവാൻ സാധിക്കും. വലിയ കത്തീഡ്രലുകളുണ്ട്, ബസിലിക്കകളുണ്ട്, സാധാരണ ദേവാലയങ്ങളുണ്ട്. ഞാൻ ചെറിയ ചെറിയ ദേവാലയങ്ങൾ കണ്ടിട്ടുണ്ട്, വലിയ വലിയ ദേവാലയങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം ഭയങ്കര ആൾക്കൂട്ടങ്ങളാണ്. തകൃതിയായ പള്ളി ആരാധനകൾ നടക്കുന്നുണ്ട്. എന്നാൽ കാലം പുരോഗമിച്ചു. ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ദേവാലയങ്ങളിൽ നിന്നെല്ലാം വിശ്വാസികൾ കൊഴിഞ്ഞു പോകുന്നു, അകന്നു മാറുന്നു. ആലയമുണ്ട്, ചടങ്ങുകൾ നടക്കുന്നുണ്ട്, പുരോഹിതന്മാരുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ടെങ്കിലും അവിടെ ആരാധനയ്ക്ക് വരുവാൻ ആളുകൾ കുറവാകുകയാണ്. യുവാക്കന്മാർക്ക് ഉത്സാഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾക്ക് അതൃപ്തി ഉണ്ടാവുകയാണ്, താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണതിൻ്റെ കാരണം? പഴയ ദേവാലയത്തിന് സംഭവിച്ചു തന്നെ, ആ ജെറുസലേം ദേവാലയത്തിന് സംഭവിച്ചു തന്നെ ഇന്നത്തെ ദേവാലയങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സഭയുടെ ശുദ്ധീകരണത്തിന് ഏറ്റവും അനിവാര്യമായ കാലഘട്ടമാണ് ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ഇന്ന് ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഇന്നത്തെ പള്ളികളിലേക്കോ ബസിലിക്കകളിലേക്കോ കത്തീഡ്രലിലേക്കോ ഒരു ചാട്ടവാറുമായി വരുന്ന സമ്പ്രദായം ഉണ്ടാവുകയില്ല. അതങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, AD 70 തീത്തോസ് കൈസരുടെ കാലത്ത് ആ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം അത് തകർന്ന് തരിപ്പണമായി തീർന്നു. അവിടെ മുതൽ ഇന്ന് വരെ യഹൂദന്മാർക്ക് ലോകത്തിൽ ഒരിടത്തും ദേവാലയമില്ല. അവർക്കുള്ളത് സിനഗോഗുകൾ മാത്രമാണ്. സിനഗോഗുകളിൽ ഈ ഉദ്ദേശിക്കുന്ന ആരാധനയെല്ലാം നടക്കുന്നത്, അവിടെ യാഗങ്ങളെല്ലാം നടക്കുന്നത്, അവിടെ നടക്കുന്നത് യഹൂദൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, മതപരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവർക്കാർക്കും ഇന്ന് ദൈവാലയമില്ല. അവരെല്ലാം ദേവാലയത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളും ക്രമീകരണങ്ങളുമായി തുടരുകയാണ്, കാത്തിരിക്കുകയാണ്. എന്നാൽ ദേവാലയം പണിതിട്ടില്ല. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദേവാലയമുണ്ട്. അന്നത്തെ ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തു തന്നെ ഇറങ്ങിച്ചെന്നുവെങ്കിൽ, ആലയത്തിലെത്തിയെങ്കിൽ, ഇന്ന് ഒരു ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി യേശുക്രിസ്തു ഒരു ചാട്ടവാറുണ്ടാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കി വരുവാൻ സാധ്യതയില്ല, വരികയുമില്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ സഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഇടപെടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്, പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. നമുക്കിന്നും കാണാം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ എന്നുള്ളത്. ഞാൻ പ്രത്യേകിച്ച് ഓർക്കുകയാണ്, ഈ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പഠനങ്ങൾ ക്രൈസ്തവ സഭാവിഭാഗങ്ങൾക്ക് വളരെ പക്വതയില്ലാത്ത അവസ്ഥയിൽ മാത്രമേ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത് അൺനോൺ പേഴ്സൺ ഇൻ ട്രിനിറ്റി എന്നാണ്, തൃത്വത്തിൽ അജ്ഞാതനായ വ്യക്തി എന്നാണ്. പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള സമ്പൂർണ്ണമായ പഠനം കിട്ടിയിട്ടില്ല. നാമമാത്രമായ പഠനം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ പഠനങ്ങൾ മുന്നേറുകയാണ്. ഇന്ന് ലോകത്തിലെവിടെയും ട്രിനിറ്റിയെ പറ്റിയുള്ള, തൃത്വത്തെ പറ്റിയുള്ള ശക്തമായ വ്യക്തമായ പഠനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തൃത്വം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേരുന്ന ആ തൃത്വഭാവമാണ്. തൃത്വത്തിൽ 3 ദൈവങ്ങളില്ല, 3 ആളത്വങ്ങൾ മാത്രമാണുള്ളത്. അതിലൊന്നാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ദൈവശാസ്ത്രം പഠിക്കുന്ന സന്ദർഭത്തിൽ
എനിക്ക് ഓർക്കുവാൻ കാണുവാൻ കഴിഞ്ഞൊരു ചിത്രം ഇന്നും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ആ ചിത്രം ഇങ്ങനെയാണ്: ഒരു ബൈബിൾ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. ആ ചങ്ങലകളിൽ ഒരു താഴിട്ട് പൂട്ടിട്ട് അത് പൂട്ടിക്കിടക്കുന്ന ചിത്രമാണ്. അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ബൈബിൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് ഖേദപൂർവ്വം മാത്രമേ നമുക്ക് ഓർക്കുവാനോ ചിന്തിക്കുവാനോ കഴിയുള്ളൂ. ബൈബിൾ അത് അടച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്, താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. വളരെ സങ്കടകരമായൊരു കാഴ്ചയാണ്. എന്താണ് നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും ദുസ്സഹമായ, ഏറ്റവും ശ്രേഷ്ഠമല്ലാത്ത അവസ്ഥയിൽ കാണുന്ന, ഏറ്റവും നിഷേധാത്മകമായി കാണുന്ന സംവിധാനം, ചിന്ത എന്ന് പറയുന്ന ഇതാണ്: ബൈബിൾ ആരും വായിക്കരുത്. സ്വതന്ത്രമായി ആരും വായിക്കാൻ പാടില്ല. അത് പൗരോഹിത്യ മേധാവിത്വത്തിലുള്ളവർക്ക് മാത്രമേ ബൈബിൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അത് ഉപയോഗിക്കേണ്ടത്, തുറക്കേണ്ടത്, വായിക്കേണ്ടത്, അതിൽ നിന്ന് പ്രസംഗിക്കേണ്ടത് വൈദികർ മാത്രമാണ്, പുരോഹിതന്മാർ മാത്രമാണ്. അവർക്ക് മാത്രമേ ബൈബിൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. മറ്റാരും ബൈബിൾ വായിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ബൈബിളിൻ്റെ അന്നത്തെ ദുരുപയോഗം എന്ന് പറയുന്നത്. ഞാൻ വ്യക്തമായി പറയട്ടെ, ബൈബിൾ നാം തുറക്കാതിരുന്നാൽ, അത് മറിക്കാതിരുന്നാൽ, വായിക്കാതിരുന്നാൽ, അതിൽ വിശ്വാസമുണ്ടാകാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? അനാത്മീയമായ പ്രവണതകൾ കയറിക്കൂടുവാനായിട്ട് സാധിക്കും. ദേവാലയങ്ങളിൽ, സഭയിൽ അനാവശ്യമായ വസ്തുതകൾ കയറിക്കൂടാനിടയാകും. ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അന്ന് സഭയ്ക്ക് വിരുദ്ധമായ പെരുമാറ്റങ്ങളോ സമ്പ്രദായങ്ങളോ കീഴ്വഴക്കങ്ങളോ ഉപദേശങ്ങളോ നിറഞ്ഞിരുന്ന സമൂഹങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. ബാബിലോണിയൻ സഭയിൽ നിന്ന്, പേഗൻ മതങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ റോമൻ മതങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഇതര മതവിഭാഗങ്ങളിൽ നിന്ന് അവിടുത്തെ ആചാരങ്ങൾ, ദുരാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സമ്പ്രദായങ്ങളെല്ലാം ഇതാ സഭയിലേക്ക് കടന്നുകൂടുകയാണ്. ഇതെല്ലാമാണ് സഭയിൽ ഇന്ന് അന്ന് സ്വരുക്കൂട്ടി ആചാരത്തിലോ പ്രചാരണത്തിലോ പഠനത്തിലോ വിശ്വാസത്തിലോ നിന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വചനവിരുദ്ധമായ ഇടപെടലുണ്ടായി. ഇതിൻ്റെ പേരിൽ സംഭവിച്ചത് ദുഷിച്ച ചിന്താഗതികൾ, ദുരുദ്ദേശങ്ങൾ, അനാവശ്യമായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം വാസ്തവത്തിൽ തിരസ്കരിക്കപ്പെടുന്ന, മറച്ചു പിടിക്കപ്പെടുന്ന, നിരാകരിക്കപ്പെടുന്ന, നിഷേധിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാവുകയാണ്. ബൈബിൾ അടച്ചു വെച്ചതിൻ്റെ പ്രശ്നമാണിത്. ബൈബിൾ തുറക്കാതിരുന്നതിൻ്റെ പ്രശ്നമാണിത്. ബൈബിൾ ഉപയോഗിക്കുവാനുള്ളതായി വിലക്കേർപ്പെടുന്നതിൻ്റെ പ്രശ്നമാണ് ഇതെല്ലാം ഉണ്ടായത്. എന്നാൽ പരിശുദ്ധാത്മാവ് വെറുതെ ഇരിക്കുകയില്ല. പരിശുദ്ധാത്മാവ് ഒരു സഹിക്കുന്ന അനുഭവത്തിലുള്ള ഇടപെടലെല്ലാം ഉണ്ടായത്. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ തുടങ്ങി. ആ ദൗത്യം ആരംഭിച്ചു. അവിടുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടുന്ന് ഇടപെടുകയാണ്. അനേക ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടായി. പരിശുദ്ധാത്മാവരെ തട്ടി ഉണർത്തുവാനായിട്ട് തുടങ്ങി. പല ആളുകളുടെ പേര് ഞാൻ ഓർക്കുന്നുണ്ട്. അവരെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എഴുന്നേറ്റു. ബൈബിൾ സ്വകാര്യമായി ഉപയോഗിക്കത്തക്ക നിലയിൽ ഓരോ വ്യക്തികളുടെയും ഭാഷയിൽ തന്നെ, അതാത് ഗോത്രങ്ങളുടെ ഭാഷയിൽ പോലും, അതാത് ഭാഷക്കാർക്ക് പോലും ഉപയോഗിക്കത്തക്ക നിലയിൽ, ഓരോരുത്തരുടെയും മാതൃഭാഷയിൽ ബൈബിൾ വായിക്കത്തക്ക നിലയുള്ളതായി സ്വാതന്ത്ര്യവും അവകാശവും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുവാനുള്ളതായ ആഹ്വാനം പരിശുദ്ധാത്മാവ് നൽകുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനപ്രകാരം അനേക ദൈവദാസന്മാർ എഴുന്നേൽക്കപ്പെട്ടു. ഞാൻ പലരുടെയും പേരുകൾ എൻ്റെ മനസ്സിലിരിപ്പുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂഥറിനെ പരിശുദ്ധാത്മാവ് തൊട്ട് ഉണർത്തി എഴുന്നേൽപ്പിച്ച് ഈ യാഥാർത്ഥ്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിച്ചു. അങ്ങനെയാണ് മാർട്ടിൻ ലൂഥർ ജർമ്മൻ ഭാഷയിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് ആളുകൾക്ക് വായിക്കുവാൻ കൊടുത്തു. അവരത് വായിക്കുവാനായിട്ട് തുടങ്ങി. ബൈബിൾ തുറന്നപ്പോൾ തന്നെയാണ് യൂറോപ്പിൻ്റെ നവോത്ഥാനം ഉണ്ടായത്, നവീകരണം ഉണ്ടായത്. വലിയ മാറ്റമുണ്ടായി. സാഹിത്യരംഗത്ത്, ശാസ്ത്രീയ രംഗത്ത്, മതരംഗത്ത്, ആധ്യാത്മികമായ രംഗത്ത്, മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിടയിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ രംഗത്ത് എന്നുവേണ്ട സമൂഹമായ മാറ്റം, പരിവർത്തനമാണ് ബൈബിൾ തുറക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത്. ഇന്നും ഞാൻ ചൂണ്ടിക്കാണിക്കാം. ബൈബിൾ തുറക്കപ്പെടുമ്പോൾ
അവിടെ അന്ധകാരം മാറുകയാണ്, അവിടെ ബുദ്ധിമുട്ടുകൾ മാറുകയാണ്, അവിടെ അവികസിതമായ അനുഭവങ്ങൾ മാറുകയാണ്, അവിടെ സ്വാതന്ത്ര്യമുണ്ടാവുകയാണ്, അടിമത്വമുണ്ടാവുകയാണ്, നവീകരണം ആരംഭിക്കുകയാണ്. സമൂഹത്തിനാകെ, രാഷ്ട്രത്തിനാകെ, ലോകത്തിലാകെ വ്യത്യാസങ്ങൾ സംഭവിക്കുകയാണ്, പരിവർത്തനമുണ്ടാവുകയാണ്. ബൈബിൾ നിങ്ങൾ തുറക്കാതെ അടച്ചു വച്ചിരുന്നാൽ, അതിൽ നിന്ന് കേൾക്കാതെ അതിനെ നിശബ്ദമാക്കിയിരുന്നാൽ ലോകം അന്ധകാരത്താൽ നിറയപ്പെടുകയാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്, സഹിക്കാനാവാതെ ഇടപെടുകയാണ്, ബന്ധപ്പെടുകയാണ്, പരിശ്രമിക്കുകയാണ്, അനേകരെ എഴുന്നേൽപ്പിക്കുകയാണ്. ബൈബിൾ വിവർത്തനം ചെയ്തു എന്ന പേരിൽ, ബൈബിൾ അനേക ആളുകൾക്ക് വായിക്കത്തക്ക നിലയുള്ളതായി സംവിധാനം ഉണ്ടാക്കിയെന്നതിൻ്റെ പേരിൽ എത്രയോ ആളുകളെ, എത്രയോ ശ്രേഷ്ഠന്മാരായ ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്, ചിലരെ അഗ്നിക്ക് ഇരയാക്കിയിട്ടുണ്ട്. എങ്കിലും ബൈബിൾ ഇന്ന് തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സത്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇന്ന് ലോകമെമ്പാടും ബൈബിൾ സ്വതന്ത്രമായി ആളുകൾക്ക് ഉപയോഗിക്കുവാനുള്ളതായ കൃപയുണ്ടായിരിക്കുകയാണ്. അത് ദൈവത്താൽ സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഗ്രന്ഥമായി ബൈബിൾ മാറിയിരിക്കുകയാണ്. ദി ബെസ്റ്റ് സെല്ലർ എന്ന പദവി എല്ലാ തലമുറകളിലും നിലനിൽക്കുന്ന ഏക സാഹിത്യ ഗ്രന്ഥം ബൈബിളാണ്. ഇത്രത്തോളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കപ്പെടുന്ന മറ്റൊരു ഗ്രന്ഥവും ലോകത്തിൽ കാണാനില്ല. അത് ബൈബിൾ മാത്രമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത്, വായിക്കുന്നത് ബൈബിളാണ്. ഇന്നും ചലനം നിൽക്കാത്ത നിലയിൽ എല്ലാ സമയങ്ങളിലും പ്രവർത്തനങ്ങൾ നിരതമായി കൊണ്ടിരിക്കുന്ന പ്രിൻറ്റിംഗ് പ്രസ്സുകൾ ഉപയോഗിക്കുന്നത് ബൈബിളിൻ്റെ പ്രിൻറ്റിങ്ങിന് വേണ്ടിയാണ്. അത് ലോകമാസകലം എല്ലാ സമൂഹങ്ങളിലേക്കും, എല്ലാ ഗോത്രങ്ങളിലേക്കും, എന്തിന് ലിപിയില്ലാത്ത ഭാഷ നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ പോലും ലിപി ഉണ്ടാക്കിയിട്ട് അതേ ലിപിയിലും അവരവരുടെ മാതൃഭാഷയിൽ ബൈബിൾ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുവാനുള്ളതായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൈവശം ഒരു നല്ല ബൈബിൾ ശേഖരമുണ്ട്. ലോകത്തിൽ അനേക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതായ ബൈബിളുകൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതായ നിരവധി ഭാഷകളിലെ ബൈബിൾ എൻ്റെ കൈവശമുണ്ട്. അമേരിക്കയിലായാലും കൊള്ളാം, റഷ്യയിലായാലും കൊള്ളാം, ചൈനയിലായാലും കൊള്ളാം, ജപ്പാനിലായാലും കൊള്ളാം, അവിടെ എല്ലാം ഇന്ന് ബൈബിൾ സുലഭമാണ്. സോവിയറ്റ് ലാൻഡിൽ പ്രവത അച്ചടിച്ചുകൊണ്ടിരുന്ന പ്രസ്സിൽ, അത് പാർട്ടിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ പ്രവത പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്രസ്സിൽ ഇന്ന് പ്രിൻ്റ് ചെയ്യുന്നത് റഷ്യൻ ഭാഷയിലുള്ള ബൈബിളുകളാണ്. അത് ലോകത്തിലെവിടെയും ബൈബിൾ ഇന്ന് സുലഭമാണ്. ഇന്ത്യയിൽ ഓരോ സ്ഥലങ്ങളിലും ഇന്ന് ബൈബിൾ ലഭ്യമാകുന്നു. ബൈബിളിൻ്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി അനേക മിഷണറിമാർ വളരെയേറെ കഷ്ടം സഹിച്ച്, ത്യാഗം സഹിച്ച്, രാപ്പകൽ വിശ്രമം കൂടാതെ ഇന്നും കഠിനാധ്വാനം ചെയ്യുന്ന കാര്യം എനിക്കറിയാം. അനേക യുവാക്കന്മാർ, ദമ്പതികൾ അവർ ബൈബിൾ ട്രാൻസ്ലേഷന് വേണ്ടി നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? ദൈവത്തിൻ്റെ സഭ അത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ സഭ ശക്തിപ്പെടുന്നത് ബൈബിളിലൂടെയാണ്. ദൈവത്തിൻ്റെ സഭ പ്രഘോഷിക്കപ്പെടുന്നത് ബൈബിളിലൂടെയാണ്. ആ മഹാഗ്രന്ഥം വേണ്ട എന്ന് വെച്ചാൽ, നിരോധിച്ചാൽ, നിയന്ത്രിച്ചാൽ, അതിനോട് ഉദാസീനമായ ഒരു സമീപനം സ്വീകരിച്ചാൽ അത് അധപ്പതനത്തെ ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ബൈബിൾ തുറക്കപ്പെടണം. എല്ലാ സമൂഹത്തിലും ബൈബിൾ തുറക്കപ്പെടണം. എല്ലാ ഭാഷക്കാർക്കും ബൈബിൾ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ സാധിക്കണം. വ്യക്തിപരമായിട്ട് ഉപയോഗിക്കണം. എല്ലായിടങ്ങളിലും ബൈബിളിൻ്റെ മഹത്വം, മാഹാത്മ്യം വെളിപ്പെടണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ്. സഭയുടെ ഉദ്ധാരണത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, കെട്ടുപണിക്ക് വേണ്ടി, വർധന വേണ്ടി, പുരോഗതിക്ക് വേണ്ടിയുള്ള ദൈവാത്മാവിൻ്റെ ഇടപെടലാണ് ബൈബിൾ അതാത് ഭാഷക്കാർക്ക് സ്വതന്ത്രമായി വായിക്കുവാനുള്ളതായ സംവിധാനം ഉണ്ടാകേണ്ടതിന് വേണ്ടി എന്നുള്ളത്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.